A short time ago, the United States military began major combat operations in Iran. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണം ലോകത്താകെ ഭീതി ജനിപ്പിച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയോടെ പശ്ചിമേഷ്യ അശാന്തമായിരിക്കുകയാണ്. എന്തിനാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കുറച്ചു സമയം മുമ്പ് അമേരിക്കൻ സൈന്യം ഇറാനിൽ വലിയ രീതിയിലുള്ള സൈനിക നടപടികൾ ആരംഭിച്ചു. ഇറാനിയൻ ഭരണകൂടത്തിൽ നിന്നുള്ള അടിയന്തര ഭീഷണികൾ ഇല്ലാതാക്കി അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ കഠിന ഹൃദയരും ഭയാനകരുമായ ഒരു കൂട്ടം ആളുകളാണ് അവർ. അവരുടെ ഭീഷണിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അമേരിക്കയെയും നമ്മുടെ സൈന്യത്തെയും വിദേശത്തുള്ള നമ്മുടെ താവളങ്ങളെയും ലോകമെമ്പാടുമുള്ള നമ്മുടെ സഖ്യകക്ഷികളെയും നേരിട്ട് അപകടത്തിലാക്കുന്നു. 47 വർഷമായി ഇറാനിയൻ ഭരണകൂടം അമേരിക്കയ്ക്ക് മരണമെന്ന് ആക്രോശിക്കുകയും അമേരിക്കയെയും നമ്മുടെ സൈന്യത്തെയും പല രാജ്യങ്ങളിലെ നിരപരാധികളെയും ലക്ഷ്യമിട്ട രക്തച്ചൊരിച്ചിലിന്റെയും കൂട്ടക്കൊലയുടെയും അവസാനിക്കാത്ത പ്രചാരണം നടത്തുകയും ചെയ്യുന്നു. ഭരണകൂടത്തിന്റെ ആദ്യ പ്രവൃത്തികളിൽ ഒന്ന് ടെഹ്റാനിലെ US എംബസി അക്രമാസക്തമായി പിടിച്ചെടുക്കുക എന്നതായിരുന്നു. അവിടെ ഡസൻ കണക്കിന് അമേരിക്കക്കാരെ 444 ദിവസമാണ് ബന്ദികളാക്കിയത്. 1983 ബെയ്റൂട്ടിലെ മറൈൻ ബാരക്സ് ബോംബാക്രമണത്തിൽ 241 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് ഇറാന്റെ നിഴൽ രൂപങ്ങൾ വഴിയായിരുന്നു. 2000 USS കോളിന് നേരെ നടന്ന ആക്രമണത്തിൽ അവർക്ക് പങ്കുണ്ടായിരുന്നു. പലരും മരിച്ചു. ഇറാഖിൽ നൂറുകണക്കിന് അമേരിക്കൻ സേവനാംഗങ്ങളെ ഇറാനിയൻ സേന കൊല്ലുകയും അംഗഭംഗം വരുത്തുകയും ചെയ്തു. ഈ അടുത്ത വർഷങ്ങളിലും മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ സേനയ്ക്കും US നാവിക വാണിജ്യ കപ്പലുകൾക്കും അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനുകൾക്കും എതിരെ ഭരണകൂടത്തിന്റെ നിഴൽ രൂപങ്ങൾ എണ്ണമറ്റ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു വൻ ഭീകരതയാണ്. ഇത് ഇനിയും സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ലെബനൻ മുതൽ യമൻ വരെയും സിറിയ മുതൽ ഇറാഖ് വരെയും ഭരണകൂടം ഭീകര മിലിഷ്യകളെ സായുധരാക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തു. ഇസ്രായേലിന് നേരെ ഒക്ടോബർ 7 ക്രൂരമായ ആക്രമണം നടത്തിയത് ഇറാന്റെ നിഴൽരൂപമായ ഹമാസ് ആണ്. അതിൽ 46 അമേരിക്കക്കാർ ഉൾപ്പെടെ 1000-ലധികം നിരപരാധികളെ അവർ കൊലപ്പെടുത്തുകയും നമ്മുടെ 12 പൗരന്മാരെ ബന്ദികളാക്കുകയും ചെയ്തു. അത് ക്രൂരമായിരുന്നു. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്ന്. ഇറാൻ ലോകത്തിലെ 1-ാം നമ്പർ ഭീകരവാദ സ്പോൺസറാണ്. അടുത്തിടെ പ്രതിഷേധിച്ച സ്വന്തം പൗരന്മാരിൽ 10,000-കണക്കിന് പേരെ അവർ തെരുവിൽ കൊലപ്പെടുത്തി. ഈ ഭീകര ഭരണകൂടത്തിന് ഒരിക്കലും ഒരു ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്നത് അമേരിക്കയുടെയും പ്രത്യേകിച്ച് എന്റെ ഭരണകൂടത്തിന്റെയും നയമാണ്. ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് ഒരിക്കലും ആണവായുധം ലഭിക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ജൂണിലെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ വഴി ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഭരണകൂടത്തിന്റെ ആണവ പദ്ധതികളെ ഞങ്ങൾ തകർത്തത്. ആ ആക്രമണത്തിന് ശേഷം ആണവായുധങ്ങൾക്കായുള്ള അവരുടെ ദുരുദ്ദേശപരമായ പരിശ്രമം പുനരാരംഭിക്കരുതെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഒരു ഉടമ്പടിയിലെത്താൻ ഞങ്ങൾ ആവർത്തിച്ച് ശ്രമിച്ചു. അവർക്ക് അത് വേണ്ടായിരുന്നു, വീണ്ടും അവർക്ക് വേണമായിരുന്നു, പിന്നെ വേണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർക്ക് തിന്മ ചെയ്യാൻ മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദശകങ്ങളായി ചെയ്യുന്നത് പോലെ ഇറാൻ അത് നിരസിച്ചു. ആണവമോഹങ്ങൾ ഉപേക്ഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും അവർ തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് ഇത് ഇനി സഹിക്കാനാവില്ല. പകരം അവർ തങ്ങളുടെ ആണവ പദ്ധതി പുനർനിർമ്മിക്കാനും യൂറോപ്പിലെ നമ്മുടെ സുഹൃത്തുക്കളെയും സഖ്യകക്ഷികളെയും വിദേശത്ത് വിന്യസിച്ചിരിക്കുന്ന നമ്മുടെ സൈന്യത്തെയും ഭീഷണിപ്പെടുത്തുന്ന ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നത് തുടരാനും ശ്രമിച്ചു. ഈ ഭരണകൂടത്തിന് ആണവായുധങ്ങൾ ലഭിച്ചാൽ അവർ എത്രത്തോളം അക്രമാസക്തരാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കാരണങ്ങളാൽ ഈ ക്രൂരവും തീവ്രവുമായ സ്വേച്ഛാധിപത്യം അമേരിക്കയെയും നമ്മുടെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നത് തടയാൻ അമേരിക്കൻ സൈന്യം വലിയ തോതിലുള്ളതും തുടരുന്നതുമായ ഒരു സൈനിക നടപടി ആരംഭിക്കുന്നു. ഞങ്ങൾ അവരുടെ മിസൈലുകൾ നശിപ്പിക്കുകയും അവരുടെ മിസൈൽ വ്യവസായത്തെ തകർക്കുകയും ചെയ്യും. അത് പൂർണ്ണമായും നാമാവശേഷമാകും. ഞങ്ങൾ അവരുടെ നാവികസേനയെ ഉന്മൂലനം ചെയ്യും. മേഖലയിലെ ഭീകരവാദികൾക്ക് ഇനി ലോകത്തെ അസ്ഥിരപ്പെടുത്താനോ നമ്മുടെ സൈന്യത്തെ ആക്രമിക്കാനോ സാധിക്കില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കും. റോഡരികിലെ ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്കക്കാർ ഉൾപ്പെടെ 1000-കണക്കിന് ആളുകളെ കൊല്ലാൻ ഇനി അവരെ അനുവദിക്കില്ല. ഇറാൻ ആണവായുധം കൈക്കലാക്കില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കും. സന്ദേശം ലളിതമാണ്: അവർക്ക് ഒരിക്കലും ആണവായുധം ലഭിക്കില്ല. അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്തിനെയും ശക്തിയെയും ആരും വെല്ലുവിളിക്കരുതെന്ന് ഈ ഭരണകൂടം ഉടൻ മനസ്സിലാക്കും.
എൻ്റെ ആദ്യ ഭരണകാലത്ത് ഞാൻ നമ്മുടെ സൈന്യത്തെ പുനർനിർമ്മിച്ചു. അതിന്റെ ശക്തിക്കോ ആധുനികതയ്ക്കോ ഒപ്പമെത്താൻ ലോകത്ത് മറ്റൊരു സൈന്യവുമില്ല. മേഖലയിലെ യുവ ഉദ്യോഗസ്ഥരുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് എൻ്റെ ഭരണകൂടം സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. എങ്കിലും ഇറാനിയൻ ഭരണകൂടം കൊലപാതകത്തിന് ശ്രമിക്കുന്നു. ധീരരായ അമേരിക്കൻ നായകന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, നമുക്ക് ആൾനാശമുണ്ടായേക്കാം. യുദ്ധത്തിൽ അത് സംഭവിക്കാറുണ്ട്. എന്നാൽ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇപ്പോഴത്തെ ലാഭത്തിനല്ല, മറിച്ച് ഭാവിക്ക് വേണ്ടിയാണ്. ഇതൊരു ഉദാത്തമായ ദൗത്യമാണ്. അമേരിക്കക്കാരും നമ്മുടെ മക്കളും ആണവ സായുധ ഇറാന്റെ ഭീഷണിയിൽ കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്ന ഓരോ സൈനികനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപകട സാധ്യതയുള്ള നമ്മുടെ എല്ലാ ഹീറോകളെയും സംരക്ഷിക്കാൻ ഞങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. ദൈവത്തിന്റെ സഹായത്തോടെ സായുധ സേനയിലെ പുരുഷന്മാരും സ്ത്രീകളും വിജയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യം നമുക്കുണ്ട്, അവർ വിജയിക്കും. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് അംഗങ്ങളോടും സായുധ സേനയോടും പോലീസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ച് പൂർണ്ണമായ മാപ്പ് സ്വീകരിക്കുക എന്നതാണ്. അല്ലെങ്കിൽ മരണം ഉറപ്പാണ്. അതിനാൽ ആയുധങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് മാപ്പ് നൽകും. അല്ലാത്ത പക്ഷം മരണം നിങ്ങളെ തേടിയെത്തും. അവസാനമായി ഇറാന്റെ അഭിമാനികളായ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെയും സമയം അടുത്തിരിക്കുന്നു എന്നാണ്. അഭയസ്ഥാനങ്ങളിൽ തന്നെ തുടരുക. വീടിന് പുറത്തിറങ്ങരുത്. പുറത്ത് വളരെ അപകടകരമാണ്. ബോംബുകൾ എല്ലായിടത്തും പതിക്കും. ഞങ്ങൾ സൈനിക നടപടി പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ സർക്കാരിനെ നിങ്ങൾ ഏറ്റെടുക്കുക. അത് നിങ്ങളുടെ കൈകളിലായിരിക്കും. തലമുറകൾക്കിടയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏക അവസരമായിരിക്കും ഇത്. വർഷങ്ങളായി നിങ്ങൾ അമേരിക്കയുടെ സഹായം ചോദിക്കുന്നു, പക്ഷേ അത് ലഭിച്ചില്ല. ഞാൻ ചെയ്യാൻ തയ്യാറായ കാര്യങ്ങൾ ചെയ്യാൻ മുൻപുള്ള ഒരു പ്രസിഡന്റും തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുന്ന ഒരു പ്രസിഡന്റ് നിങ്ങൾക്കുണ്ട്. അതിനാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിശക്തമായ കരുത്തോടെ അമേരിക്ക നിങ്ങളെ പിന്തുണയ്ക്കുന്നു. നിങ്ങളുടെ വിധി നിയന്ത്രിക്കാനും സമാധാനവും ഐശ്വര്യവുമുള്ള ഭാവി കെട്ടിപ്പടുക്കാനുമുള്ള സമയമാണിത്. ഈ നിമിഷം പാഴാക്കരുത്. അമേരിക്കൻ സായുധ സേനയിലെ ധീരരായ പുരുഷന്മാരെയും സ്ത്രീകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.